പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ഹണി ട്രാപ്പിലൂടെ സ്വർണവും പണവും തട്ടിയ കേസിൽ രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിൽ. മലപ്പുറം മഞ്ചേരി സ്വദേശിനി മൈമൂന, കുറ്റിപ്പള്ളം സ്വദേശി ശ്രീജേഷ് എന്നിവരാണ് പിടിയിലായത്. പ്രധാന പ്രതി ജിതിൻ കാലിന് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ പ്രതി മൈമൂന മദ്യലഹരിയിൽ വഴിയിലിരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. നന്ദഗോപാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നന്ദു, ഈ പുറത്തുവന്ന ദൃശ്യങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത്? എന്താണ് വിവരം? ജീന, ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു ജോത്സ്യനെ ഈ പ്രതികൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അവിടെ പൂജ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന രണ്ടുപേർ ഈ ജോത്സ്യനെ മർദ്ദിച്ച ശേഷം ഒരു റൂമിലാക്കി ഇയാളുടെ കഴുത്തിലുള്ള മാലയും ഒപ്പം പണവും തട്ടിയെടുക്കുകയായിരുന്നു. ഒപ്പം ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീക്കൊപ്പം നിർത്തി ചിത്രങ്ങൾ പകർത്തിയ ശേഷം ഇത് പ്രചരിപ്പിക്കുമെന്നും അല്ലെങ്കിൽ 20 ലക്ഷം രൂപ വേണമെന്നും ഇയാളോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനിടെ പോലീസ് പെട്ടെന്ന് ഈ വീട്ടിലേക്ക് വന്നതോടെ ഈ പ്രതികൾ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതേസമയം ഈ ജോത്സ്യൻ ഇവിടെ നിന്നും ഈ പ്രതികൾ വീട്ടിൽ നിന്ന് പുറത്തു പോയപ്പോൾ ഈ ജോത്സ്യനും ഇവിടെ നിന്നും രക്ഷപ്പെട്ടു. ഈ സമയത്ത് പ്രതികളിൽ പ്രധാനിയായ മൈമുന മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഇവർ വഴിയരികിൽ മദ്യപിച്ച് ഇരുന്നു പോവുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നാട്ടുകാരാണ് സംശയം തോന്നി ഇവരെ തടഞ്ഞു വെച്ചതും പോലീസിൽ വിവരം നൽകിയതും. തുടർന്ന് പോലീസ് എത്തി ഈ മൈമുനയെയും ഒപ്പം തന്നെ മറ്റ് രണ്ട് പ്രതികളെയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുകയായിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇനിയും 7ഓളം പ്രതികൾ ഈ സംഭവത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ളത്. അപ്പോൾ ഈ പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്.